മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന പാട്രിയോട്ട് കണ്ടു. ആദ്യമേ പറയാം, ഇത് പാട്രിയോട്ടിൻ്റെ റിവ്യൂ അല്ല. വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ്. അന്ന് വൈകിട്ട് തന്നെ വന്നു. ലോക സിനിമ ഇന്നേ വരെ കണ്ടിട്ടുള്ള മികച്ച സംവിധായകൻ സ്പീൽബർഗ്, ഇന്ത്യയിൽ മണിരത്നം, SS രാജമൗലി, മികച്ച ക്യാമറാമാൻ, നടൻ, അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച നമ്മുടെ സ്വന്തം അശ്വന്ത് കോക്ക്. മുഖത്ത് സ്ഥിരം ഭാവം, പുച്ഛം. കോക്ക് ഒരു സിനിമ കണ്ട പിന്നെ അറിയാലോ, സിനിമയെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ. നമ്മൾ കേൾക്കണമല്ലോ. കഷ്ടം. ഒരു ഉളുപ്പുമില്ലാതെ സിനിമയുടെ റിലീസിൻ്റെ ദിവസം തന്നെ വൈകിട്ട് വന്നിരുന്ന് ഓരോ സീൻ ബൈ സീൻ വിളമ്പുക എന്നതാണ് ഇവൻ്റെ പ്രധാന പരിപാടി. ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ആസ്വാദന നിലവാരത്തിനനുസരിച്ചിട്ടാണ്. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കേട്ടാൽ അറിയാം, ഇത് മനഃപൂർവ്വം ആ സിനിമയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയല്ലേ. ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. ഞാൻ ആ സിനിമയും കണ്ടു, കോക്കിൻ്റെ റിവ്യൂവും കണ്ടു. കോക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ. മോഹൻലാലിനെ എന്തിനാണ് കൊണ്ടുവന്നത്? വളരെ മോശം ക്യാരക്ടറാണത്രേ മോഹൻലാലിന്. കോക്ക് പറയുന്നതാണേ. എനിക്ക് കണ്ടിട്ട് ഒരു മോശവും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, കോക്കിന് പൈസ കിട്ടാനും വ്യൂ കൂടാനും ഒക്കെ മോഹൻലാലിനെ പോലുള്ള ആളുകളെ കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അതങ്ങനെ നടക്കട്ടെ. നയൻതാര വളരെ മോശം, വായ തുറക്കുന്നില്ല. കോക്ക് എന്താണാവോ പ്രതീക്ഷിച്ചത്? നല്ല വൃത്തിക്ക് തൻ്റെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട് നയൻതാര. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. ഇതിൽ ഫഹദിൻ്റെ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ വളരെ മികച്ച രീതിയിലാണ് ഫഹദ് ചെയ്തിട്ടുള്ളത്. ഫഹദ് ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു. എന്താണിത്? ഇതാണ് അശ്വന്ത് കോക്ക് ചോദിക്കുന്നത്. പൊന്നു കോക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത്? പിന്നൊരു കാര്യം പറയുന്നുണ്ട്, കമ്പിത്തിരി കത്തിക്കുന്നു, കമ്പിത്തിരി കത്തിച്ചിങ്ങനെ പോകുന്നു എന്നൊക്കെ. ഈ സിനിമ കണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കാരണങ്ങളായിട്ടാണ് ഇതൊക്കെ എനിക്ക് തോന്നിയത്. സത്യത്തിൽ വളരെ മോശം എന്നുള്ള രീതിയിൽ ഇവർ ഈ പറയുന്ന പോലുള്ള ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് പാട്രിയോട്ട് ഫീൽ ചെയ്തിട്ടില്ല. കൊള്ളാവുന്ന മികച്ച രീതിയിൽ മഹേഷ് നാരായണൻ മലയാളത്തിൽ എടുത്തു വെച്ച ഒരു സിനിമയാണ് പാട്രിയോട്ട്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഒരു സ്ഥലത്തും ആ സിനിമ ബോറടിച്ചിട്ടില്ല. ഞാൻ നന്നായി ആസ്വദിച്ച് കണ്ടു. തുടക്കത്തിൽ ആ സിനിമയുടെ കഥയിലേക്ക് നമുക്കൊന്ന് എൻട്രി ആവാനുള്ളൊരു സമയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ കൂളായിട്ട് ആ സിനിമ കാണും. നല്ല സിനിമയാണ്. റിവ്യൂ പറഞ്ഞോളൂ, കുറച്ചെങ്കിലൊക്കെ സമയം കൊടുക്ക്. കുറേ പേരുടെ അധ്വാനമല്ലേ. ഈ ഒരു സിനിമ വന്ന് വൈകിട്ട് തന്നെ ഒരു നാണവും ഇല്ലാതെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് കുറ്റം മാത്രം സീൻ ബൈ സീൻ വിളിച്ചു പറയുന്നത് ഒരു നാണം തോന്നുന്നില്ലേ? ഇവനൊക്കെയാണ് എന്നിട്ട് ചാനലുകളെ അന്തിച്ചർച്ച, അടുപ്പുകൂട്ടി ചർച്ച എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. ഇവനൊക്കെ ചെയ്യുന്നത് എന്താ പിന്നെ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി പണം മുടക്കുന്നവരും ഒക്കെ അതിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ഒരു പണിയെടുക്കാതെ സിനിമ റിലീസായ ദിവസം തന്നെ ഇതിനെ കുറ്റം പറഞ്ഞ് നശിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. മറ്റുള്ളവർ വർഷങ്ങളോളം അതിനുവേണ്ടി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. ഇതേ ഉള്ളൂ അതിലുള്ള വ്യത്യാസം. ആസ്വാദന നിലവാരം ഓരോരുത്തർക്കും ഓരോ പോലെയായിരിക്കും. ഞാൻ ഒറ്റയ്ക്കൊരു സിനിമയ്ക്ക് പോകാറില്ല. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളോ കുടുംബമോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. 4 പേര് ഒരു സിനിമയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു സിനിമ കഴിഞ്ഞിറങ്ങുന്നത് വളരെ അപൂർവമാണ്. 4 പേര് ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ 4 പേർക്കും 4 അഭിപ്രായമാകും. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാൽ പിന്നെ വൈകിട്ട് ക്യാമറ അങ്ങ് ഓണാക്കി വെച്ചിട്ട് വായ തോന്നുന്നത് മുഴുവൻ അങ്ങ് വിളിച്ചു പറഞ്ഞേക്കാം. ഇതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ ഈ പറയുന്ന നെഗറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ നെഗറ്റിവിറ്റിയാണ് ഇവൻ വിൽക്കുന്നതും പണമാക്കുന്നതും. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഇവൻ ചെയ്തിരുന്നു. അത് കേട്ടാൽ മനസ്സിലാവും ഇത് വളരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന റിവ്യൂ ആണെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അശ്വന്ത് കോക്കിന് സംവിധാനവും ക്യാമറയും എല്ലാ മേഖലകളിലും ഗതാഗതം വരെ അവൻ പറയും. അത്രത്തോളം പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനാണ് ഈ അശ്വന്ത് കോക്ക്. കുറേ സിനിമകളുടെ റിവ്യൂ ഒക്കെ ചെയ്തില്ലേ? ഇനി ഒരു ഷോർട്ട് ഫിലിം സ്വന്തമായിട്ടൊന്ന് ചെയ്യേ. വെറുതെ ഫേസ്ബുക്കിൽ കിടന്ന് കുറേ ഡാൻസൊക്കെ കളിക്കാറില്ലേ,
അത് മാത്രമല്ലേ ചെയ്യാറുള്ളൂ. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യും, എന്നിട്ട് അതൊന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. കാരണം ഇത്രയും അറിവുള്ള ആളല്ലേ. റിലീസിൻ്റെ ദിവസം തന്നെ സിനിമയുടെ ഓരോ സീനും ഇങ്ങനെ ജനങ്ങളിലേക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട ബ്രോ. നിങ്ങൾ പറയും അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ ഈ വായ തോന്നിയത് വിളിച്ചു പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ച് പണം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. മറ്റുള്ളവരെ തകർത്ത് നാണം കെടുത്തി സ്വന്തം കീശ ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നടക്കട്ടെ. ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ തന്നെ കണ്ടു ബോധ്യപ്പെടുന്നതാണ് നല്ലത്. ഈ അശ്വന്ത് ഗോക്കിനെ പോലെയുള്ളവർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി സിനിമാ പ്രവർത്തകരോട് അമിതമായ പ്രാധാന്യം നിങ്ങൾ തന്നെയാണ് ഈ അശ്വന്ത് ഗോക്കിനെ പോലെയുള്ളവർക്ക് കൊടുത്തത്. ഇവരെയൊക്കെ പേടിച്ച് അനാവശ്യ സൂപ്പർ ഹീറോകളാക്കിയത് നിങ്ങൾ തന്നെയാണ്. നല്ല സിനിമ വന്ന ആളുകൾ കാണും, അതിനൊരു അശ്വന്ത് ഗോക്കും വേണ്ട. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിലെ ഒരുത്തം വന്നിരുന്ന് പറയുന്നത് കേട്ടു, പെട്രിയോട്ട് 8 നിലയിൽ പൊട്ടി, 5 പോയിന്റുകളൊക്കെയാണ് അവൻ പറയുന്നത്. സിനിമ റിലീസായി 2 ദിവസമായേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ വിധി എഴുതി കഴിഞ്ഞു 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞ്. അതിനൊരു 5 പോയിന്റൊക്കെ റെഡിയാക്കി വന്നിരിക്കുക, എന്നിട്ട് ഇരുന്ന് വിളമ്പുക. ബുക്ക് മൈ ഷോ ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിലും ഫുള്ളാണ്. എന്തിനാണ് ഇവനൊക്കെ ഈ പണിയെടുക്കുന്നത്? ന്യൂസ് 18 ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു ചാനലായിട്ട്, ഒരു മെയിൻ സ്ട്രീം ചാനലല്ലേ, അതിലൊക്കെ വന്നിരുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമില്ലേ? ഇവരുടെ തന്നെ സ്വന്തമായുള്ള പെട്ടിക്കടയിൽ ഇരുന്നിട്ടുള്ള ഇത്തരം റിവ്യൂകളെ അവഗണിക്കുക എന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. കലിപ്പ് തീരണില്ലല്ലേ.